പലസ്തീൻ ദുരിതാശ്വാസ പരിഹാരത്തിനായി നാളെ ന്യൂയോർക്കിൽ ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനം. സൗദിയും ഫ്രാൻസും മുൻകൈയെടുത്താണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ന്യൂയോർക്കിലെ UN ജനറൽ അസംബ്ലിയിലാണ് നാളെ പലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സൗദിയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വിവിധ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സമ്മേളനത്തെ വീഡിയോ വഴി അഭിസംബോധന ചെയ്യും. സമ്മേളന നടപടികളെക്കുറിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കഴിഞ്ഞ ദിവസം ടെലിഫോൺ വഴി ചർച്ച നടത്തി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെത്തി ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. 1967 അതിർത്തി പ്രകാരം കിഴക്കൻ ജെറൂസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകുക എന്നതാണ് സമ്മേളനം പ്രധാനമായും ആവശ്യപ്പെടുക. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ 15 മാസത്തിനകം യാഥാർത്ഥ്യമാകണമെന്ന നിലപാട് പല രാജ്യങ്ങളും നേരത്തെ ഉന്നയിച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിനെതിരെ നടപടി സമ്മേളനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി പല രാജ്യങ്ങളും സ്വതന്ത്ര പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചു. പോർച്ചുഗൽ, ബെൽജിയം, ലക്സംബർഗ്, മാൾട്ട, ഓസ്ട്രേലിയ തുടങ്ങിയവ ഈ പട്ടികയിലുണ്ട്. 2025 ഏപ്രിൽ വരെ 147ഓളം രാജ്യങ്ങൾ അഥവാ UN അംഗരാജ്യങ്ങളിൽ 75% പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. 2023 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ 65,000-ലേറെ പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. 1,65,000-ഓളം പേർക്ക് പരിക്കേറ്റു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.